പത്തനംതിട്ട കോന്നി കരിമാനത്തോട് ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിച്ച കുട്ടികൾക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. അപകടത്തിൽ മരിച്ച 8 വയസ്സുകാരി ആദ്യലക്ഷ്മിയുടെയും LKG വിദ്യാർത്ഥി യദുകൃഷ്ണന്റെയും മൃതദേഹം ഇപ്പോൾ ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ സ്കൂളിലെ പൊതുദർശനം തുടരുകയാണ്. അനുജ, ഒരു നാടിനെ ആകെ വിഷമത്തിലാക്കിക്കൊണ്ടാണ് ഈ 2 കുരുന്നുകളുടെ ജീവൻ നഷ്ടമായത്. ആ കണ്ണീര്, ആ വിഷമം, ആ ദുഃഖമെല്ലാം തന്നെ ഈ കരിമാനത്തോടിനും പരിസര പ്രദേശങ്ങളിലും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് വെറും മീറ്ററുകൾ മാത്രം അകലെയുള്ള സ്കൂളിലായിരുന്നു കുട്ടികൾ. അവിടെ നിന്ന് ഓട്ടോയിൽ വരുന്ന വഴി ഈ ഒരു അപകടം ഉണ്ടായത്. പൊടുന്നനെ ഈ ഓട്ടോ ഡ്രൈവർ പാമ്പിനെ കണ്ടോടുകൂടി ഈ വണ്ടി വെട്ടിച്ച് അപകടം ഉണ്ടായെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന അമ്മ ഉൾപ്പെടെ സമാനമായിട്ടുള്ള ഒരു മൊഴിയാണ് ഇപ്പോഴെന്തായാലും പോലീസിനുൾപ്പെടെ നൽകി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു വേദന ഈ നാടിനുണ്ട്. എന്തായാലും കുട്ടികളുടെ മൃതശരീരങ്ങൾ, ഭൗതികദേഹങ്ങൾ ഇവിടെ അവർ പഠിച്ചിരുന്ന ശ്രീനാരായണ സ്കൂളിൽ നിലവിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തി കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ആദിലക്ഷ്മിയുടെയും ഒപ്പം തന്നെ യദുവിന്റെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കരിക്കുക. ഈ വീടിന് അടുത്ത് തന്നെ ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇരുവരുടെയും വീടുകൾ മീറ്ററുകൾ മാത്രം അകലെയാണ് ഇരുവരുടെയും വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ ഉച്ചവരെ വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ വീട്ടിലുണ്ടായിരുന്ന സന്തോഷം പകർന്ന കുരുന്നുകളുടെ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതിനെ എങ്ങനെ കുടുംബാംഗങ്ങളും സമീപവാസികളും ഒക്കെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വലിയ വേദനയുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ പൊതുദർശനം ഇവിടെ തുടരുന്ന സാഹചര്യമാണ്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനം പൂർത്തിയാക്കി ഭൗതികദേഹങ്ങൾ ഇരുവരുടെയും കരിമാനത്തോട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസ് കേസെടുത്ത നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തി ഈ അപകടം പറ്റിയ ഹോട്ടൽ ഉൾപ്പെടെ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇരു കുരുന്നുകളുടെയും പൊതുദർശനം ഇവിടെ കരിമാനത്തോട്ടിലെ ഇവർ പഠിച്ച സ്കൂളിൽ പുരോഗമിക്കുകയാണ്. അനുജ, കരിമാനത്തോട്ടിൽ അപകടത്തിൽ മരിച്ച കുട്ടികൾക്ക് ജന്മനാട് അത് സ്കൂൾ വിട നൽകുകയാണ്. LKG വിദ്യാർത്ഥി യദുകൃഷ്ണന്റെയും ഒപ്പം തന്നെ ആദ്യലക്ഷ്മിയുടെയും മൃതദേഹം ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.